നമസ്കാരം. ഇന്നലെ കനാൽ വാർഡിലെ ആലപ്പുഴ വെള്ളാപ്പള്ളി പള്ളിക്ക് സമീപത്ത് കുറച്ചധികം തെങ്ങൻ തൈകൾ കനാൽ നവീകരണത്തിൻ്റെ ഭാഗമായി നശിപ്പിക്കപ്പെടുന്നത് സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു. വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ചുവട്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് വെച്ച് പിടിപ്പിച്ചത് മുനിസിപ്പാലിറ്റി ആണെന്നും ആ മുനിസിപ്പാലിറ്റി അല്ല വെച്ച് പിടിപ്പിച്ചെന്ന് ബോധ്യപ്പെട്ടപ്പോഴത്തേക്ക് അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിച്ച ആൾ കുറ്റക്കാരനാണെന്നൊക്കെ പറഞ്ഞൊരു നല്ലൊരു കമൻ്റൊക്കെ ആയിരുന്നു. അത് അത്തരത്തിലൊരാൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാതെ വെച്ച് പിടിപ്പിച്ചിട്ട് പോയാൽ സുഹൃത്തെ ഒരു തെങ്ങും തൈ വളരില്ല. അതിൻ്റെ പിന്നിൽ ഇച്ചിരി കഷ്ടപ്പെടണം. അങ്ങനെ വെച്ച് പിടിപ്പിച്ച ഒരാൾ ഇവിടെ ഉണ്ട്. ഇനി അങ്ങേര് ചെയ്ത കുറ്റമാണെങ്കിൽ നിങ്ങൾ അങ്ങേരെ അങ്ങ് പ്രോസിക്യൂട്ട് ചെയ്യും. അങ്ങേർക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് കേൾക്കണം. സലീം എന്നാണ് അയാളുടെ പേര്. അയാൾ ഞാൻ വിളിച്ചിട്ടുണ്ട്, അയാൾ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് പാവം പിടിച്ച മനുഷ്യർ, പ്രകൃതി സ്നേഹികൾ ഈ നാട്ടിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ പോകുന്നത്. അല്ലാതെ വികസനത്തിൻ്റെ പേരിൽ തണൽ മരം വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ പൂച്ചെടി പിടിപ്പിക്കുന്ന വികസനമുണ്ട്, വികസനം. അത്തരത്തിൽ പെട്ട ഒരാളായിരിക്കാം താങ്കൾ എന്ന് ഞാൻ കരുതുന്നു. ബാക്കിയെല്ലാം നമുക്ക് വഴിയെ കാണാം. നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യും, ഞാൻ എൻ്റെ പണി ചെയ്യാം. പിന്നെ എനിക്കിതൊരു വരുമാന മാർഗമല്ല കേട്ടോ. എൻ്റെ പേര് സലീം. ഞാനാണ് ഈ കനാലിൽ തെങ്ങുകളൊക്കെ വെച്ച് പിടിപ്പിച്ചത്. ഞാനത് വെച്ച് പിടിപ്പിച്ച് ഞാൻ കുറച്ച് അധ്വാനങ്ങൾ 7 വർഷത്തെ അധ്വാനങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വലുതായത്. ഇപ്പോൾ വെട്ടിമാറ്റണമെന്നും പറഞ്ഞ് നടക്കുന്നു. ഇത് എങ്ങനെ എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ ഇവിടെ കൊണ്ട് തെങ്ങ് വെച്ചത്? അത് കലക്ടർ പറഞ്ഞ് ഒരു കോൺഫറൻസ് ഹാളിൽ കലക്ടർ സന്നദ്ധ സംഘടനയൊക്കെ വിളിച്ചിട്ടുണ്ട് കനാൽ വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടി. ഏത് വർഷം? 2004. അന്ന് KC വേണുഗോപാൽ മന്ത്രിയായിരുന്നു. അന്ന് അതനുസരിച്ച് ഞാൻ INTUC ഒരു കൺവീനറാണ്. ഈ കനാലിൻ്റെ തീരങ്ങൾ അത്ര സ്ഥലം വൃത്തിയാക്കി ഞാൻ എൻ്റെ പുറത്തുകൂടെ വൃത്തിയാക്കി ഈ തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തതാണ്. അത് പല മരങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു. ഇപ്പൊ തെങ്ങൂടെ വെട്ടിമാറ്റണമെന്നും പറഞ്ഞാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സാധാരണ ഈ രോഗികൾക്ക് ഈ ക്യാൻസർ, ഈ കൊച്ചു കുട്ടികൾക്കെല്ലാം അസുഖങ്ങൾ വന്നാൽ ഇതിൽ നിന്ന് വെട്ടിയാണ് അവർക്ക് കൊടുക്കുന്നത്. കനാലിൽ അങ്ങനെ പ്രവൃത്തി ഞാൻ ചെയ്യുന്നതാണ്. അതെ, ഇതിന് ബലം നിങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. തെങ്ങ് വെട്ടി മാറ്റിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? തെങ്ങ് വെട്ടിയിട്ട് ടൂറിസം എന്നും പറയുക. ടൂറിസം പലവട്ടം ടൂറിസം കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ട്. ഇത് ഇതുവരെ ഒരു ഫലവത്തായിട്ട് വന്നിട്ടില്ല. പിന്നെയും മുടക്കുമാണ്. ശരി, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് തന്നെ പോകണം. ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരെ ഇനിയും ഉപദ്രവിക്കാനായിട്ട് വരും. അതൊന്നും ശ്രദ്ധിക്കണ്ട. നിങ്ങൾക്ക് 1000 നന്ദി.